ഹലോ, നമസ്കാരം. ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനേ ഉള്ളൂ കേട്ടോ. കഴുകി വാരി വെച്ചിരുന്ന ചിക്കനാണിത്. പിന്നെ ഒരു വലിയ സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, ഒരു മുളകേ ഉള്ളായിരുന്നു. ഇത് വലിയ മുളകായിരുന്നു. ഒരു മുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു തക്കാളി. ബാക്കി ഇതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. മസാലപ്പൊടി ഇടുന്നത് പിന്നെ കാണിച്ചു തരാം. പിന്നെ അരമുറി തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാലും, അരമുറിന്ന് തേങ്ങാപ്പാൽ ചേർത്താണ് വെക്കുന്നത്. ഇപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തീ കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ചിക്കൻ മസാല ഒരു 1.5 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂണായാലും കുഴപ്പമില്ല. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി എളുപ്പം വെന്ത് കിട്ടാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അങ്ങോട്ട് മൂടി വെച്ച് വേവിച്ചാൽ ഒത്തിരി നേരം വേണ്ട, പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ. സ്വല്പം വെള്ളം അത്രയും ഒഴിച്ച് ഒന്ന് മൂടി വെച്ചൊരു 2 മിനിറ്റ് വെച്ചാൽ നല്ലപോലെ വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. നോക്കാം വെന്തു. ഇങ്ങനെ ആയാലും മതി കേട്ടോ, വഴറ്റി തന്നെ ചേർക്കണമെന്നില്ലേ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ചിക്കനും അതിന് വേണ്ട ഉപ്പും 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇപ്പം വെള്ളമൊന്നും ഒഴിക്കണ്ട, നമുക്കത് മൂടി വെക്കാൻ ഇട്ടിച്ച് ഒന്ന് ചൂടായ ശേഷം ചെറു തീയിലിട്ട് നല്ലപോലെ ചൂടാകുന്നവരെ ഇച്ചിരി തീ കൂട്ടി കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമുക്കത് മൂടി വെക്കാം. ചൂടായിട്ടുണ്ട്, നമുക്കിതിന് മൂടി വെച്ച് നോക്കാം. ഇനി സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇടണം കേട്ടോ, തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ചെറുതീയിലിരുന്ന് വന്നാൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് മൂടി വെക്കാം. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെന്തോന്നോ നോക്കാം. ഇല്ല, അല്പം കൂടെ വേകാനുണ്ട്, കുറച്ചും കൂടെ വേകാനുണ്ട്. വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചില്ല. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറുതീയിലിട്ട് ഇളക്കി കൊടുത്താൽ അടിക്ക് പിടിക്കാതിരിക്കാൻ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ചിക്കനൊക്കെ വെന്തോന്ന്. വെന്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒരു ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്നതിലേക്ക് നമുക്ക് ഇത് അരമുറിയല്ല, 1 കപ്പ് തേങ്ങ ചിരണ്ടി 1-ാം പാലും 2-ാം പാലും കൂടെ എടുത്തിരിക്കുന്ന കേട്ടോ. അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കണേ. ഉപ്പ് തിളച്ച് വരുന്നുണ്ട്. ഒത്തിരി തിളപ്പിക്കണ്ട, പിരിഞ്ഞു പോകും. ഇത്ര മതി, നമുക്കിത് മാറ്റി വെക്കാൻ. എന്നിട്ട് ഇതിനൊരു താളിപ്പും കൂടെ ചേർക്കാനുണ്ട്. അതിനൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിയത് ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 2 കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്തി കൊടുക്കാം.
ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കും.